ഫസ്റ്റ് എന്താ വെച്ചാൽ ക്രോം ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം നമുക്ക് വേണ്ട I3P പേപ്പറില്ലേ അതെടുക്കുക. അതിന് ശേഷം നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ DOI നമ്പർ ആയിട്ട് കാണാം. ഇത് ഡെസ്ക്ടോപ്പ് മോഡിലാണ് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത് കോപ്പി ചെയ്യുന്നത്. കോപ്പി ചെയ്തതിന് എന്താ വെച്ചാൽ സ്കൈ ഹബ് മ്യൂച്വൽ കമ്മ്യൂണിറ്റി വന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന സൈറ്റിൽ കയറുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണാം സൈനപ്പ് പറഞ്ഞിട്ട്. ആ സൈനപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട യൂസർ നെയിം, പാസ്വേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് സബ്മിറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു സംഭവം കാണാം. അതിനുശേഷം എന്താ വെച്ചാൽ നമ്മൾ മെയിലിൽ പോവുക. എന്നിട്ട് അവിടെ സ്കൈ ഹബിൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അവിടെ താഴത്തുള്ളൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്രോമിൽ ഓപ്പൺ ചെയ്യുന്ന. ഓക്കെ. ഇപ്പം നമ്മളതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ മുകളിൽ കാണാം. അതിനുശേഷം നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മളിതാ അവിടെ പോസ്റ്റ് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഈ പോസ്റ്റ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ചകത്ത് കോപ്പി ചെയ്ത DOI നമ്പർ ഇല്ലേ, അത് നമുക്കിതാ ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സെർച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ട ജേണൽ പേപ്പറിനോടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിത് ന്യൂ റിവാർഡ് പറഞ്ഞിട്ട് കണ്ടില്ല, അത് നിൽക്കുക. ഓക്കെ. ഇപ്പം ന്യൂ റിവാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കാണാം. ഇവിടെ കണ്ടോ റിപ്ലൈ 1 പറഞ്ഞിട്ട്. അത് നമുക്ക് ആദ്യം 0 ആയിരുന്നു, പിന്നെ 1 ആയി. ഓക്കെ. നമുക്ക് ഈ ഓരോ മെയിൽ ഐഡിയിൽ 5 പേപ്പർ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പേജ് നമ്മൾ റീഫ്രഷ് ചെയ്യണം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ചിലപ്പോൾ 2-3 തവണയൊക്കെ ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF കിട്ടും. ഓക്കെ.